എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോളാർ ഇൻവെർട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. സോളാർ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. ഗ്രിഡ് അല്ലെങ്കിൽ AC-യിലേക്ക് സോളാർ ഇൻവെർട്ടർ ബന്ധിപ്പിക്കുക. സോളാർ ഇൻവെർട്ടർ കമ്മീഷൻ ചെയ്യുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെൻറ്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ് 1 സെറ്റ്, ഇലക്ട്രിക് ഡ്രില്ലിംഗ് മെഷീൻ 12 mm വിത്ത് ഹാമറിംഗ് ആൻഡ് ഡ്രിൽ ബിറ്റ്, യൂസർ മാനുവൽ ഉള്ള സോളാർ ഇൻവെർട്ടർ ടൈപ്പ് MPPT, മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ്, ഇൻപുട്ട് വോൾട്ടേജ് 12 വോൾട്ട്, ഔട്ട്പുട്ട് പവർ 600 വാട്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് 220 വോൾട്ട് AC, DC സർക്യൂട്ട് ബ്രേക്കർ 2 പോൾ 12 to 240 വോൾട്ട്സ് DC 1, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ബോൾട്ടുകളും നട്ടുകളും ആവശ്യാനുസരണം, മെഷറിംഗ് ടേപ്പ് 3 മീറ്റർ ലെങ്ത്, HB പെൻസിൽ, കണക്റ്റിംഗ് വയറുകൾ 2 സ്ക്വയർ മില്ലിമീറ്റർ ആവശ്യാനുസരണം. സോളാർ ഇൻവെർട്ടറിൻ്റെ പ്ലാനിങ്ങും ഇൻസ്റ്റാളേഷനും. നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ സ്ഥാനം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ഇൻസ്റ്റാളേഷനും മെയിൻ്റനൻസും വരാൻ സാധ്യതയുള്ള അറ്റകുറ്റപ്പണികൾക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലവും തിരഞ്ഞെടുക്കുക. ഇൻവെർട്ടറിന് ചുറ്റും വായുസഞ്ചാരത്തിനും വെന്റിലേഷനും മതിയായ ഇടമുണ്ടോ എന്ന് ഉറപ്പാക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. അടച്ച ഇടങ്ങളോ മോശം വായുസഞ്ചാരമുള്ള പ്രദേശങ്ങളോ ഒഴിവാക്കുക. കാരണം ഇത് അമിതമായി ചൂടാകുന്നതിനും കാര്യക്ഷമത കുറയുന്നതിനും ഇടയാക്കും. വോൾ എന്നും ഡിവൈസറിൻ്റെ കനത്ത ഭാരം താങ്ങാൻ കഴിയുന്നതും വൈബ്രേഷൻ ഫ്രീയും ആണ്. ഡിസ്ട്രപ്റ്റീവ് വൈബ്രേഷനുകൾ ഒഴിവാക്കാൻ മതിൽ പ്രാപ്തമാണോ എന്നും പരിശോധിക്കുക. കുറഞ്ഞത് 2-3 പേരുടെ സഹായത്തോടെ സോളാർ ഇൻവെർട്ടർ ലിഫ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുക. വാൾ മെറ്റീരിയലിനും കനത്ത ഭാരത്തിനും അനുയോജ്യമായ ഡോവലുകളുടെയും സ്ക്രൂകളുടെയും ശരിയായ വലുപ്പം തിരഞ്ഞെടുക്കുക. സുരക്ഷാ മുൻകരുതലുകൾ. തീ പിടിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളിൽ ഇൻവെർട്ടർ മൗണ്ട് ചെയ്യരുത്. സോളാർ ഇൻവെർട്ടറിനൊപ്പം നൽകിയിരിക്കുന്ന മൗണ്ടിംഗ് പ്ലേറ്റ് എപ്പോഴും ഉപയോഗിക്കുക. ഈ ഇൻവെർട്ടറിന് പ്രവർത്തന സമയത്ത് ശബ്ദമുണ്ടാക്കാൻ കഴിയും. ഇത് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ശല്യമായി വന്നേക്കാം. സോളാർ ഇൻവെർട്ടറിൻ്റെ അളവ് അളക്കുകയും ഭിത്തിയിൽ ദ്വാരം അടയാളപ്പെടുത്തുകയും ചെയ്യുക. ഒരു ഡ്രിൽ, സ്ക്രൂകൾ അല്ലെങ്കിൽ ബോൾട്ടുകൾ, മതിൽ ആങ്കറുകൾ ആവശ്യമെങ്കിൽ ഒരു ലെവൽ സ്ക്രൂ ഡ്രൈവർ എന്നിവ ഉൾപ്പെടെ ഇൻസ്റ്റാളേഷനായി ആവശ്യമായ ടൂളുകളും എക്യുപ്മെൻറ്റുകളും ശേഖരിക്കുക. ഇൻവെർട്ടറിനൊപ്പം നൽകിയിരിക്കുന്ന മൗണ്ടിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ടൈം പ്ലേറ്റ് അനുസരിച്ച് ചുവരിൽ മൗണ്ടിംഗ് ദ്വാരങ്ങൾ അടയാളപ്പെടുത്താൻ ഒരു ടൈം പ്ലേറ്റ് ഉപയോഗിക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ സ്ക്രൂകൾക്കായി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് 4 ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. ഉപരിതലത്തിൽ യൂണിറ്റ് സ്ഥാപിക്കുക. കാണിച്ചിരിക്കുന്നത് പോലെ 4 സ്ക്രൂ ഹോൾസിനൊപ്പം മൗണ്ടിംഗ് ഹോൾസ് വിന്യസിക്കുക. സോളാർ ഇൻവെർട്ടർ ദൃഢമായി മൗണ്ട് ചെയ്യുക. കാണിച്ചിരിക്കുന്നത് പോലെ സോളാർ ഇൻവെർട്ടർ ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സോളാർ ഇൻവെർട്ടർ ഗ്രിഡ് അല്ലെങ്കിൽ AC ബന്ധിപ്പിക്കുന്നു. യൂസർ മാനുവൽ പരിശോധിക്കുക. നൽകിയിരിക്കുന്ന സോളാർ ഇൻവെർട്ടറിൻ്റെ റേറ്റ് ചെയ്ത വോൾട്ടേജും കറണ്ടും ശ്രദ്ധിക്കുക. സോളാർ ഇൻവെർട്ടറിന് സമീപം കാണിച്ചിരിക്കുന്നത് പോലെ DCയും AC ബ്രേക്കറും മൗണ്ട് ചെയ്യുക. വയറുകളുടെ അറ്റത്ത് ഇൻസുലേഷൻ സ്ലീവ് നീക്കം ചെയ്ത് കണക്ഷനുകൾക്കായി തയ്യാറാക്കുക. DC ബ്രേക്കറിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളെ സോളാർ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. സോളാർ ഇൻവെർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് ടെർമിനൽ AC ബ്രേക്കറുമായി ബന്ധിപ്പിക്കുക. AC ബ്രേക്കറിൽ നിന്ന് AC വിതരണ ബോക്സിലൂടെ AC ഔട്ട്പുട്ട് ബന്ധിപ്പിക്കുക. ഓൺ ഗ്രിഡ് സോളാർ ഇൻവെർട്ടർ എക്സിസ്റ്റിംഗ് എർത്തിലേക്കോ ഗ്രൗണ്ടിലേക്കോ ബന്ധിപ്പിക്കുക.
സോളാർ ഇൻവെർട്ടറിലെ ഗ്രൗണ്ട് ടെർമിനൽ സാധാരണയായി GND അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. ഇത് സാധാരണയായി ഇൻവെർട്ടറിന്റെ ചേസിസിൽ കാണപ്പെടുന്നു. ഇത് ഒരു സ്ക്രൂ ടെർമിനലോ ഒരു നിയുക്ത കണക്ഷൻ പോയിന്റോ ആകാം. സുരക്ഷാ മുൻകരുതലുകൾ. ഈ ഇൻവെർട്ടർ പാരലലായി പ്രവർത്തിക്കാൻ അനുയോജ്യമായ AC ഔട്ട്പുട്ട് കണക്ടറിൽ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ സമാന്തരമായി ബന്ധിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ ഇൻവെർട്ടറിന് ഡാമേജ് ഉണ്ടാകും. സോളാർ ഇൻവെർട്ടർ കമ്മീഷൻ ചെയ്യുന്നു. DC ബ്രേക്കർ ഓണാക്കുക. നോട്ട്: സോളാർ ഇൻവെർട്ടറുകൾക്കുള്ള കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ നിർമ്മാതാക്കൾക്കിടയിലും ഒരേ നിർമ്മാതാവിൽ നിന്നുള്ള വ്യത്യസ്ത മോഡലുകൾക്കിടയിലും വ്യത്യാസപ്പെടാം. സോളാർ പാനലുകളിൽ നിന്നുള്ള DC, ഇലക്ട്രിക്കൽ പാനലിലേക്കുള്ള AC എന്നിങ്ങനെ എല്ലാ വയറിംഗ് കണക്ഷനുകളും നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ശരിയായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കുക. സോളാർ ഇൻവെർട്ടറിലെ പവർ ബട്ടൺ ഓണാക്കുക. ഏതെങ്കിലും എറർ മെസ്സേജുകൾക്കോ മുന്നറിയിപ്പുകൾക്കോ വേണ്ടി സോളാർ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇൻ്റർഫേസ് പരിശോധിക്കുക. മുന്നോട്ട് തുടരുന്നതിന് മുമ്പ് സൂചിപ്പിച്ച ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുക. ഇൻവെർട്ടർ ആദ്യമായി പവർ അപ്പ് ചെയ്ത ശേഷം കാണിച്ചിരിക്കുന്ന ഭാഷാ ഡയലോഗ് തിരഞ്ഞെടുക്കുക. അപ്പ് ഓർ ഡൗൺ ബട്ടണുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സെലക്ഷൻ സ്ഥിരീകരിക്കാൻ എൻ്റർ ബട്ടൺ അമർത്തുക. യെസ് എന്ന എൻട്രി തിരഞ്ഞെടുക്കാൻ ബട്ടണുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ സെലക്ഷൻ സ്ഥിരീകരിക്കാൻ എൻ്റർ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സെലക്ഷൻ മാറ്റണമെങ്കിൽ നോ തിരഞ്ഞെടുക്കുക. ഇൻവെർട്ടർ ഒരു സെൽഫ് ടെസ്റ്റ് ആരംഭിക്കുന്നു. അതിന് ഏകദേശം 2 മിനിറ്റ് എടുക്കും. ശേഷിക്കുന്ന സമയം ഡിസ്പ്ലേയിൽ ഒരു കൗണ്ട് ഡൗൺ ആയി കാണിക്കുന്നു. ബേസിക് സ്റ്റെപ്പ് പൂർത്തിയായി. സ്റ്റാൻഡേർഡ് മെനു കാണിച്ചിരിക്കുന്നു. സൂര്യപ്രകാശവും സോളാർ പാനലുകളുടെ സവിശേഷതകളും അടിസ്ഥാനമാക്കി പ്രതീക്ഷിക്കുന്ന പവർ സോളാർ ഇൻവെർട്ടർ ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സോളാർ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ സോളാർ ഇൻവെർട്ടർ പ്ലാൻ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. സോളാർ ഇൻവെർട്ടർ ഗ്രിഡിലേക്ക് അല്ലെങ്കിൽ AC ബന്ധിപ്പിച്ചു. സോളാർ ഇൻവെർട്ടർ കമ്മീഷൻ ചെയ്തു. ഇതോടെ ഈ എക്സസൈസ് അവസാനിപ്പിക്കുന്നു. കണ്ടതിന് നന്ദി.